കാണിക്കുന്നത്? പയ്യെ കഴിച്ചാൽ അകത്തേക്ക് തന്നെയല്ലേ പോകുന്നത്? നാളെ കുറച്ച് കാശ് കിട്ടിയാ കൊള്ളാം. അയ്യോ, നാളെ ബുദ്ധിമുട്ടാ ചേച്ചി. മറ്റന്നാള് വൈകിട്ട് തരാം. കുറച്ചല്ല, കുറച്ച് അധികം ആയിക്കോട്ടെ. ചേച്ചിയുടെ പറ്റുമൊക്കെ കഴിച്ച് ബാക്കി തുക ഡെപ്പോസിറ്റ് ആയിട്ട് അവിടെ കിടന്നോട്ടെ. എന്താ? നമ്മൾ ഈ കണക്കൂട്ടുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവസാനം കമ്പേഴി എണ്ണേണ്ടി വരും സുശീല. സുബോധമുള്ള ആരും കടന്നു ചെല്ലാൻ കൂടി മടിക്കുന്ന സ്ഥലമാണത്. 2 വർഷം മുമ്പ് ആ വീട്ടിലൊരു തൂങ്ങി മരണം നടന്നു. നല്ല സുന്ദരിയായ ഒരു തമ്പുരാട്ടിക്കുട്ടി. ആത്മഹത്യയാണെന്നും കൊലപാതകമാണെന്നും ഒക്കെ നാട്ടിൽ സംസാരം ഉണ്ടായിരുന്നു. ഈ സംഭവത്തോടനുബന്ധിച്ച് നമ്മുടെ രാധികയുടെ അച്ഛൻ ബാലൻ തമ്പിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെയോ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും പല ദിവസവും രാത്രി ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ പൊട്ടിച്ചിരിയും ഏങ്ങിക്കരച്ചിലും ഒക്കെ കേൾക്കാം. ആ സമയത്തൊന്നും അതുവഴി ആരും നടക്കാൻ കൂടി ധൈര്യപ്പെടാറില്ല. ചിലപ്പോ നമ്മൾ രാവിലെ അയവാച്ചനെ കാണാൻ ചെല്ലുമ്പോ കുറച്ച് എല്ലും മുടിയും മാത്രമായിരിക്കും കിട്ടുക. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ അത് വേര് ഉണ്ട്.